വേൾഡ് കപ്പിന്റെ ആദ്യ കളി തന്നെ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇന്ന് ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യ വിജയിച്ചിരിക്കുന്നത്. ഇന്ന് ഇന്ത്യക്ക് പുതിയൊരു ഓപ്പണിംഗ് ജോഡിയായിരുന്നു. സഞ്ജുവും രോഹിത് ശർമ്മയുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. പക്ഷേ സഞ്ജുവിന് ഫോമാകാൻ സാധിച്ചില്ല. ഇന്നത്തെ മത്സരം വിജയിച്ച് രോഹിത് ശർമ്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജു LBയിലൂടെയാണ് ഔട്ടായത്. DRS വിളിച്ചെങ്കിൽ സഞ്ജുവിന് ചിലപ്പോൾ ഔട്ടാകില്ലായിരുന്നു. ഇന്ന് ബംഗ്ലാദേശിനെതിരെ വിജയിച്ച ശേഷം രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് ഇപ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. ന്യൂയോർക്കിൽ എത്തിയ വഴിക്ക് തന്നെ ഈ പിച്ച് കണ്ട് ഞങ്ങൾ നിരാശരായിരുന്നു. കാരണം ഇവിടെ കളിക്കാൻ സാധിക്കില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ആത്മവിശ്വാസം വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഈ പിച്ചുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഞങ്ങൾക്കിപ്പോൾ കളിക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് പുതിയൊരു ഓപ്പണിംഗ് ജോഡിയാണ് പരീക്ഷിച്ചത്. പക്ഷേ സഞ്ജുവിന് ഫോമാകാൻ സാധിച്ചില്ല. ഇത് വെറും ഒരു സന്നാഹ മത്സരമാണ്. ശരിക്കുമുള്ള മാച്ച് ഇതുപോലെ ആയിരിക്കില്ല. പാണ്ഡ്യയും ഋഷഭ് പന്തും ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. രണ്ടുപേരും മികച്ച കളിയാണെന്ന് കാഴ്ചവെച്ചത്. അവർ വേൾഡ് കപ്പിൽ ഇതുപോലെ തന്നെ കളിക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം ഞങ്ങൾ വേൾഡ് കപ്പ് നേടുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. സഞ്ജുവിന് ഭാഗ്യമില്ല. ആകെ കൂടി ഒരു റൺസ് എടുത്ത് സഞ്ജു ഔട്ടായി. സഞ്ജുവിന്റെ LB ഔട്ടല്ലെന്നാണ് ആരാധകർ പറയുന്നത്. സന്നാഹ മത്സരമായതുകൊണ്ട് DRS വിളിക്കാനും സാധിച്ചില്ല. സഞ്ജുവിനെ ഓപ്പണിംഗിൽ ഇറക്കിയതിൽ ആരാധകർ ആവേശത്തിലാണ്. ഒരുപക്ഷെ വേൾഡ് കപ്പിലെ ആദ്യ മാച്ചിൽ സഞ്ജുവും രോഹിത് ശർമ്മയും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ന് ഇന്ത്യ 182 റൺസാണ് അടിച്ചുകൂടിയത്. പിന്നീട് സെക്കൻഡ് ബാറ്റിംഗിൽ ബംഗ്ലാദേശിന് ഇന്ത്യയുടെ ബോളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഇന്ത്യ ബംഗ്ലാദേശിനെ പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യൻ താരങ്ങൾ മികച്ച ഫോമിലാണ്. പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യ വന്നതും അടിച്ചു തകർക്കുകയായിരുന്നു. അതുപോലെ ഋഷഭ് പന്തും. വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ആദ്യത്തെ മാച്ച് ജൂൺ 5-നാണ്. അയർലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.